ഇന്നലെ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ സംബന്ധിച്ചുള്ള റിപ്പോർട്ടിൽ കേരളം നിരവധി മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറുകയാണ് എന്ന് പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ പരാമർശിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇന്ന് ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ ഭാഗമായി കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ ഒരു കാര്യവും സംസ്ഥാനത്തിൻ്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷേധാർഹമായ ഒരു സ്ഥിതി. കേരളത്തിൻ്റെ ന്യായമായ സഹായം അടിയന്തര പ്രാധാന്യത്തോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കേന്ദ്രത്തിൻ്റെ മുമ്പിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനും എത്രയോ മുമ്പ് തന്നെ കൃത്യമായിട്ട് അവതരിപ്പിച്ചിരുന്നു. കേരളത്തിന് 24,000 കോടി ഉറുപ്പികയുടെ ഒരു പ്രത്യേക പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ഉതകുന്ന സമീപനം വേണമെന്നാണ് കേരള ഗവൺമെൻറ് അതിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. ജനങ്ങളും അതുതന്നെയാണ് പ്രതീക്ഷിച്ചത്. നമുക്കറിയാം, ഏറ്റവും വലിയ ദുരന്തം അനുഭവിച്ച ചൂരൽമല ഉൾപ്പെടെയുള്ള മുണ്ടക്കയ ഉൾപ്പെടെയുള്ള മേഖലയിലെ ജനങ്ങളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ലഭിക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചു. മന്ത്രി അവതരിപ്പിച്ച പാക്കേജിൻ്റെ ഭാഗമായിട്ട് കേരളം ഇത് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഒരു പൈസ പോലും അതിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തില്ല, പരിഗണിച്ചില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. വിഴിഞ്ഞം പോർട്ട് ലോകത്ത് തന്നെ ശ്രദ്ധേയമായ രീതിയിൽ ഉദ്ഘാടനത്തിന് മുമ്പ് ലോക പോർട്ടിൻ്റെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി കേന്ദ്രം നൽകും എന്ന് പറഞ്ഞ ഫണ്ട് പോലും നൽകില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള അവഗണനയാണ് വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട്. 5,000 കോടിയെങ്കിലും പ്രത്യേക പാക്കേജിൻ്റെ ഭാഗമായിട്ട് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഇത്തരം പോർട്ട് തുടങ്ങുമ്പോൾ ഇന്ത്യയിൽ എല്ലാ മേഖലയിലും കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുള്ള സഹായം കേരളത്തിനും നൽകണം എന്നാവശ്യപ്പെട്ട് ഒരു പൈസ പോലും തരാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെയും അവസ്ഥ. അതുപോലെ തന്നെ നീറുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഒരു നടപടിയും ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് വെച്ചിട്ടില്ല. സമ്പദ്ഘടനയിലെ തളർച്ച, വിപണി മാന്ദ്യം, മൂലധന നിക്ഷേപത്തിലെ ഇടിവ് എന്നിവ പരിഹരിക്കാൻ നടപടി ഉണ്ടാവുമെന്നാണ് പലരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഊപ്പുകുത്തുകയാണ് എന്ന് സാമ്പത്തിക സർവേ പറഞ്ഞ സ്ഥിതിക്ക് ചില നടപടികൾ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, വിദഗ്ധരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. ജനസംഖ്യയിൽ 2% വരുന്ന ആദായ നികുതി വിഭാഗത്തിന് ചെറിയ ഇളവ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ആശ്വാസകരമാണെങ്കിലും ഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കും ബജറ്റ് ഒന്നും വാഗ്ദാനം ചെയ്യുന്നില്ല എന്നുള്ള നിരാശാജനകമായ അവസ്ഥയാണ് നാം കാണുന്നത്. ഇതോടൊപ്പം തന്നെ നവ ഉദാരവൽക്കരണ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടി വളരെ വേഗം ശക്തിപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോഴും ഏറ്റവും അവസാനമായിട്ട് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞത്.
സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സമ്പത്ത് ഓഹരി വിറ്റ് 10 ലക്ഷം കോടി സമാഹരിക്കുമെന്നാണിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒന്നും ബാക്കി വെക്കാത്ത രീതിയിൽ 10 ലക്ഷം കോടി ഉറുപ്പികയുടെ സമാഹരണം നടത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഓഹരികളും വിറ്റ് തുലച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ വിത്ത് കുത്തി തിന്നുക എന്നുള്ള നിലപാട് അതിശക്തിയായിട്ട് തുടരാനാണ് തീരുമാനിച്ചത്. വിഭവം കണ്ടെത്തുന്നത് 10 ലക്ഷം കോടിയും ഈ വിൽപ്പനയിലൂടെയാണ് എന്നുള്ളതാണ് നാടിൻ്റെ ഏറ്റവും ഗൗരവതരമായ ഒരു പ്രശ്നം. സ്വകാര്യവൽക്കരണത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന, പൊതുമേഖലയെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യുന്ന ഒരു സമീപനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുക. താങ്ങുവില വർദ്ധിപ്പിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്ന് തന്നെയായിരുന്നു പലരും പ്രതീക്ഷിച്ചത്. പക്ഷേ കർഷകരെ വീണ്ടും വഞ്ചിച്ചിരിക്കുകയാണ്. മെച്ചപ്പെട്ട വില ഉറപ്പാക്കുന്നതിന് ഒരു നിലപാടും ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നില്ല. നമ്മുടെ റബ്ബർ മേഖല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, പ്രത്യേകിച്ച് മലയോര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്. ആ റബ്ബർ മേഖലക്ക് ഒരു പരിഗണനയും ഇല്ല. മാത്രമല്ല റബ്ബർ ബോർഡിന് ഒരു തരത്തിലുള്ള ആനുകൂല്യവും പ്രഖ്യാപിച്ചിട്ടുമില്ല. അപ്പോൾ കാർഷിക മേഖലയുടെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മലയോര മേഖല വളരെ ഗൗരവതരമായ പ്രതിസന്ധിയാണ് ഇനിയും തുടരാൻ പോകുന്നത് എന്നുള്ളതാണ് കാര്യം.